ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വീണ്ടും യാത്ര തുടരുക കേട്ടോ. ഡൽഹിക്ക് ഇന്നലെ എത്താമെന്ന് ആഗ്രഹിച്ച് പോയതാണ്, പക്ഷേ ഡൽഹി എത്തില്ല. ഇപ്പോൾ ഏകദേശം സാഗർ ബൈപ്പാസ് പറഞ്ഞൊരു ഏരിയയാണ് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഇന്നലെ ഫുഡ് കഴിക്കാൻ കയറി രാത്രി 10 മണിക്ക്. പിന്നെ അതിനുശേഷം പോകാൻ കഴിയുന്നില്ല, കാരണം നല്ല റണ്ണിങ് ആയിരുന്നു ഇന്നലെ. രാവിലെ ഇതേപോലെ ഇപ്പോൾ 7 മണിയായി. 7 മണിക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ മാത്രമേ കാര്യമായിട്ട് നിർത്തിയിട്ടുള്ളൂ, പെട്രോൾ അടിക്കാൻ. വേറെ ഒന്നും നിർത്തിയില്ല. അപ്പോൾ ഭയങ്കര ക്ഷീണമായി. റൂം എടുത്താണ്ട് ആ വണ്ടി നമ്മളിവിടെ സൈഡാക്കിയിട്ടാണ്. ഇനിയിപ്പോൾ രാവിലത്തെ ഫുഡ് കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ കയറിയിട്ടുണ്ട്. പിന്നെ ഉച്ചവരെ ഓടാലോ. എല്ലാ ഫുഡ് ഓർഡർ ചെയ്ത് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഫുഡ്. ഇന്നലത്തെ അതേ സെയിം സാധനം രാത്രി കഴിച്ച തന്നെ. റൊട്ടിയാണ് മെയിൻ. റൊട്ടിയും വെജ് കറി കേട്ടോ. അത് രണ്ടുമാണ് കഴിക്കാം. ഫുള്ള് വെജിറ്റേറിയനുള്ള കറി കേട്ടോ. തടിക്ക് കയറില്ല സാധനം, നല്ല സാധനമാണ് ഏതായാലും. ഇന്ന് ഇവിടുന്ന് നമുക്ക് ഡൽഹിക്ക് 683 കിലോമീറ്റർ റൺ ചെയ്യാൻ കേട്ടോ. അത്യാവശ്യം നല്ല റണ്ണിങ് ഉണ്ട്. റോഡും കുഴപ്പമില്ലാത്തൊരു റോഡാണ്. പിന്നെ ഈ റൂട്ടിൽ തന്നെ ഇന്നലെ കണ്ടതിൽ വെച്ചാൽ പശുക്കളൊക്കെ ചത്ത് കിടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് അവസ്ഥ. ഒരു ബൈക്ക് പോകാൻ വേണ്ടിയിട്ട് റോഡൊന്നും ഹെയർ നിൽക്കുന്ന പാവയാൾ ഇറങ്ങിയിരിക്കാനോ. ഈ റോഡ് കൂടെ ആരും പോരുതെന്നേ പറയുള്ളൂ, കാരണം ഫുള്ള് പശുക്കളും അതേപോലെ തന്നെ കുഴികളുമാണ് റോട്ടിൽ ഫുള്ള്. അപ്പം നമുക്ക് എത്തിയ ടൈമിന് എന്തായാലും എത്തില്ല. ഇതൊക്കെ കണ്ടെങ്കിൽ 2 പശുക്കളോടെ ചത്ത് കിടക്കുകയാണ്. ഒരു ലോറി ഇന്നലെ ഇടിച്ചിട്ട് ആ ലോറിയും മറിഞ്ഞിട്ടുണ്ട്. ലോറി തൊട്ടപ്പുറത്ത് കണ്ടത്തൊക്കെ മറിഞ്ഞ് കിടക്കുന്നുണ്ടോ. ഇതൊക്കെ ഭയങ്കര ഗതികേടായി കണ്ടിട്ട്. നമ്മൾ പോരാത്ത നന്നായി രാത്രി ഏതായാലും. പിന്നെ ഈ ബോർഡ് ശ്രദ്ധിച്ചോ, ഇത് ആ ഒരു പച്ച കാണിക്കുന്നത് നമ്മൾ നോർമൽ സ്പീഡായതുകൊണ്ടാണ്. യൂപിയിലെത്തിയപ്പോൾ പെട്രോളിന് 94 ചില ബോർഡുകളിൽ സ്പീഡും എഴുതി കാണിക്കൂട്ടോ. യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. പോകുന്ന വഴിക്ക് ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് വെറൈറ്റികൾ നമുക്ക് കാണും. നമ്മളെ നാട്ടിൽ കാണാത്തതായിട്ടുള്ള പല ഐറ്റംസും കൂടെ കാണാൻ പറ്റും. ലോറിയിൽ ആൾക്കാർ പോകുന്നത്, അതേപോലെ തന്നെ സ്ഥലങ്ങൾ നല്ല സ്ഥലമാണ്. യു.പി ഏരിയയൊക്കെ ഫുള്ള് കൃഷിക്കാറ്റ് വെച്ചൊരു ഏരിയയാണ്. പിന്നെ അതിൻ്റെ ഇടയിലൊരു പണി കിട്ടി. എൻ്റെ ഹെൽമെറ്റിൻ്റെ സ്ക്രൂ തെറിച്ചു പോയി. അത് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ഒരു സ്ക്രൂ കാണാനില്ല. ഉള്ള സ്ക്രൂ വെച്ച് നമ്മൾ ടൈറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, പക്ഷേ ഇത് പൊന്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ആ ഒരു ഗ്ലാസ്. വേറെ പ്രശ്നമൊന്നുമില്ല. 1 മണി ഫ്രൈഡ് റൈസ് കേട്ടോ. എന്നിങ്ങനെ ചപ്പാത്തി ചപ്പാത്തി അല്ല, റൊട്ടി കഴിച്ച് മതി. അപ്പോൾ ഫ്രൈഡ് റൈസ് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഡൽഹി എത്തണം. ഈ 400 കിലോമീറ്റർ അടുത്ത് ഇങ്ങോട്ട് ഓടാൻ. ഫുഡ് കഴിച്ച് ഞങ്ങൾ ഇറങ്ങാട്ടോ. 2:18 കുറച്ചു നേരം അവിടെ അടിച്ചു. രാവിലെ ബീച്ച് പോകാണ്ട് അതിന് ഡൽഹിക്ക് നേരെ തിരിക്കണം വിചാരിക്കുന്നുണ്ട്. അതിൽ ചായ കൂടി ഈ ഓട്ടോ ഉണ്ട്, ഇത് ഒരു ഇലക്ട്രിക് ഓട്ടോ ആണ് കേട്ടോ. മറ്റ് സാധാ ഓട്ടോനെക്കാട്ടിലും ചെറിയൊരു ഓട്ടോ. ആളെ സിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കുറവാണ്. പിന്നെ ഞാൻ നേരെ പോയപ്പോൾ കണ്ടതാണ് പശുക്കൾക്കായിട്ടുള്ള ആംബുലൻസ്. ആംബുലൻസ് പറഞ്ഞിട്ട് കണ്ടോ. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം അത്യാവശ്യം പശുക്കൾ ബൈക്കിലൊക്കെ ചത്ത് കിടക്കുന്നു, ആക്സിഡൻ്റായി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യം ഇങ്ങനെ ഒരു ആംബുലൻസിനെ ഇവിടെ കൊടുത്തു കേട്ടോ. ഗ്ലാസ് പെരുന്തൂറ ഓറഞ്ച് ജ്യൂസ് കുടിച്ച് വെച്ചു. 30 കേട്ടോ ഒരു ഗ്ലാസ്സിന്. 2 ഗ്ലാസ് ബക്കറ്റൊക്കെ 94-46 നാഷണൽ ഹൈവേ സ്റ്റാർട്ട് ചെയ്യട്ടോ ഇവിടുന്ന്. ഇനി നല്ല അടിപൊളി റോഡാണ്. അതിനിടയിൽ നല്ല മഴ ഇങ്ങനെ പെയ്ത് കോട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഇറങ്ങിയത്. ഒരു ചായ കുടിക്കാറുണ്ട്. എന്ത് ക്ലാസ്സാ? മണ്ണ കൊണ്ട് വരി കൊണ്ടുപോകണം. ഇതെടുക്കണല്ലോ ആളെ മഞ്ചേരി ഇഞ്ചി മുട്ടായി ആക്കാനാ. ഇഞ്ചി മുട്ടായി വരില്ലേ? ഒരു ഇഞ്ചായ ക്ലാസ് മാത്രമേ ഉള്ളൂ. മസാല ചായ ക്ലാസ് കൂടെ എറിഞ്ഞു പൊട്ടിട്ടോ. ക്ലാസ് വേണേ നമുക്ക് കൊണ്ടുപോകാം. ഇവിടെ ക്ലാസ് എത്തും അറിയില്ല. പോയോ കേട്ടെ. ഈ വള്ളത്തിൽ കൂടെ പോകുന്നതിന് യമുന എക്സ്പ്രസ് ഹൈവേക്ക് കയറാനുണ്ട്. നമ്മൾ പോകുന്ന വഴി ഒന്ന് തെറ്റിയപ്പോൾ തിരിച്ചപ്പോൾ ഫുള്ള് വള്ളമാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ പോരുന്നത്. യമുന എക്സ്പ്രസ് ഹൈവേ പറഞ്ഞാൽ അടിപൊളി ഹൈവേ ആണ്. ബൈക്കിൽ വരെ ടോളുള്ളൊരു ഹൈവേ ആണ് ഈ യമുന എക്സ്പ്രസ് ഹൈവേ. അപ്പോൾ പക്ഷെ അവിടെ എത്തിയിട്ട് നമ്മൾ പോകുന്നപ്പോൾ കുറച്ച് റൈഡ് ഗ്രൂപ്പുള്ള ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. അതിലൊരു വണ്ടി അവിടെ ചെറുതായിട്ടൊന്ന് ആക്സിഡൻ്റ് ആയി. അതിനകത്തൊക്കെ വെല്ലിങ്ങും കാര്യങ്ങളും അടയ്ക്കണം. പെട്ടെന്ന് തന്നെ ടോള് കിട്ടാണ്ട് നമ്മളെ യമുന എക്സ്പ്രസ് ഹൈവേക്കാണ് പെരുന്തിരക്ക്. കാറാരൊക്കെ ഫാസ്റ്റാഗ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പോകുന്നു. ഇപ്പോൾ ഇവിടെ ഇല്ല. 75 റുപ്യാണ് ഇവിടെ ചാർജ് വരുന്നത് കേട്ടോ ഒരു ബൈക്ക് ഇവിടുന്ന് കയറി പോകാൻ. അങ്ങനെ നമ്മളും പൈസ ഗൂഗിൾ പേയും കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് കാർഡ് കൊടുത്ത് ഈ എക്സ്പ്രസ് ഹൈവേ കയറി മുന്നോട്ട് പോയി. നല്ല അടിപൊളി റോഡ് രക്ഷയില്ല.
ഹൈവേ കൂടെ ഓരോ കാഴ്ച കണ്ട് വന്നപ്പോൾ അവിടെ പെട്ടെന്ന് തീവണ്ടി പോകണമായിട്ട് തോന്നി. ഒരു തീവണ്ടിൻ്റെ എൻജിൻ ബോഗി ഒരു ലോറിയിൽ കയറ്റി പോവാട്ടോ. ഫുൾ ബോഗി വലിയൊരു ലോറിയിൽ കയറ്റിയിട്ട് പോകണ കണ്ടേ നമ്മൾ. നല്ല രസമുണ്ട് സംഭവം കാണാൻ. 75 റുപ്യേനെ ഒറ്റ ടോളുള്ളൂ എന്ന് കരുതി നമുക്ക് രണ്ടാമത്തെ ടോൾ കിട്ടിട്ടോ. രണ്ടാമത്തെ ടോളിൽ 60 റുപ്യ പിന്നെയും പെയ്ഡ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് നേരെ പോവാം. ഇപ്പോൾ ഏകദേശം നമ്മൾ ഡൽഹി സിറ്റി എത്തി. വലിയ വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കാണട്ടോ. ടോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാ നല്ല രസമാണ് സിറ്റി കാണാൻ. നല്ല തിരക്കുള്ള സിറ്റിയാണ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ. ഇങ്ങനെ ഡൽഹി എത്തിട്ടോ. 9:30 ടൈമായപ്പോൾ ഡൽഹി എത്തി. വൈദ്യൻ്റെ ഫ്രണ്ട് അവിടെയാണ് റൂം കിട്ടും. മോളിവിടെ എവിടെയാണ് റൂമുള്ളത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് കഴിച്ചിട്ടില്ല. വൈകുന്നേരം കുടിച്ച് ചായമ്മലാണ്. അപ്പം ഇനി രാത്രിക്കത്തെ നൈറ്റ് ഫുഡ് കഴിച്ചിട്ട് വേണം കിടന്നുറങ്ങാം. ശ്രീകൃഷ്ണ ജയന്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടി കേട്ടോ ഇവിടെ നടക്കണേ. ഇപ്പൊ ലെനിന്റെ കൂടെ ഫുഡും കഴിച്ച് ഇങ്ങനെ നടന്നു വരട്ടോ. വെറുതെ ഒരു വാക്ക് കിട്ടിയതായാലും വാക്കിന് പറ്റിയ മൂടൊന്നല്ല. ഇനി നല്ല ചോറക്കച്ചുണ്ട്. ഇനി ഫുഡ് കഴിച്ചോണ്ട് ഒന്ന് നോർമലായിട്ട് ഇനി ഒന്ന് പോയിട്ട് കിടക്കാം. ആൾക്കാർ ഇവിടെ കേട്ടോ. ഒരു കമ്മി അവിടെ ഇല്ല. എല്ലാ റോട്ടിൽ മുയ് പോലാണ്. എന്ത് ചെയ്യാം. UP പോയാലും MH പോയാലും എവിടെ പോയാലും അവിടെ ഞാൻ പറഞ്ഞത് നേരത്തെ കാണിച്ചില്ല. ശ്രീകൃഷ്ണ ജയന്തിൻ്റെ പരിപാടി അവിടെ ഉണ്ട്. ഇലക്ട്രിക് റിക്ഷകളാട്ടത്. ആക്കാണ്. സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല. ആക്സിലേറ്ററൊക്കെ ഹോം ബ്രേക്ക് ഇട്ടാൽ നിൽക്കാനുള്ളൂ. ടൗണൊക്കെ എപ്പോഴും ആക്റ്റീവാണ്. സമയം 10 മണിയൊക്കെ കഴിഞ്ഞു. നല്ല ആക്റ്റീവാണ് ടൗണുകളിൽ. ഇവിടെ ലഗേജ് ഇറക്കണില്ല കേട്ടോ. എന്ന് വെച്ചാൽ റൂം അങ്ങ് മുകളിൽ 3-ാം നിലയിൽ ലാസ്റ്റാണ്. പിന്നെ കോണിൻ്റെ ഇതുണ്ടോ ഗ്യാപ്പ് തന്നെ അല്ല എൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ. പിന്നെ വലിയ ചോറില്ലാത്ത ഏരിയ നമ്മൾ പറഞ്ഞായി. അത് വെച്ചാൽ ഞങ്ങൾ തൽക്കാലം ഇവിടെ പൂട്ടിയിട്ടുണ്ട്. ഷീറ്റ് മേലിട്ട് പോകാൻ. കുറേ വണ്ടികൾ ഇങ്ങനെ ഇട്ടിരുന്നു ഇവിടെയൊക്കെ. വേറെ രസമുണ്ട് കാര്യം. ഇത് ശരിക്കും എൻ്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേൻ്റെ ഇത് കണ്ടോ സിസ്റ്റർ എഴുതി വെച്ചോട്ടെ ഇതിൻ്റെ ക്യാമറ ബാഗിൽ. അപ്പോൾ നേരത്തെ വിളിച്ചാണ്ടേ പറഞ്ഞിട്ട് ക്യാമറ ബാഗ് നോക്കണമൊക്കെ വരണം. അപ്പോൾ നമ്മൾ ലഗേജിലായതുകൊണ്ട് നോക്കിയില്ല. അപ്പോൾ റൂമൊക്കെ എത്തിയപ്പോൾ തുറന്നു നോക്കി. താങ്ക് യു. ഇതൊരു കലാകാരൻ കൂടിയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പാട്ടേക്കാം. കാണാതെ നെഞ്ച് കാറ്റാടി പോലാടുക. രാസാത്തി ഉന്നെ കാണാതെ നെഞ്ച് കാറ്റാടി പോലാടുക. പൊഴുതാകി പൂച്ച് വിളക്കീത്തിയാച്ച് പൊന്മാനെ ഉന്നെ തേടുത്. രാസാത്തി ഉന്നെ കാണാതെ നെഞ്ച് കാറ്റാടി പോലാടുക. രാസാത്തി ഉന്നെ കാണാതെ നെഞ്ച് കാറ്റാടി പോലാടുക.